Hello, my dear friends. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഓരോരോ സെഗ്മെന്റ്സ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നത് പോലെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, അതുപോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ നെഗറ്റീവ് ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക, അതേപോലെ തന്നെ നെഗറ്റീവ് ആൻസേഴ്സ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോ ഞാൻ അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതുപോലെ സംസാരിക്കാനായിട്ട് ചോദിക്കാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെയാണ് ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ ഒരു സാധനമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാറുണ്ടോ, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സംസാരിച്ചു. അത് നമ്മൾ എങ്ങനെയാണ് ചോദിച്ചിരുന്നത്? ഡു യു ഹാവ് എ കാർ, ഡു യു ഹാവ് എ ഹൗസ്, ഓർ ഡു യു ഹാവ് എ മൊബൈൽ, ഇങ്ങനെയായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് ചോദിക്കുക? നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ എന്നല്ലേ നമുക്കത് ചോദിക്കേണ്ടത്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുക? നിന്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നില്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക. അപ്പോ നമുക്ക് എങ്ങനെ അത് ചോദിക്കാം? എങ്ങനെ ചോദിക്കും? ഡോണ്ട് ആണ് നമുക്കത് നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കേണ്ട വേർഡ്. അവിടെ ഡോണ്ട് എന്നുള്ളതാണ്. ഡോണ്ട് യു ഹാവ് എ മൊബൈൽ, നിന്റെ കയ്യിൽ ഒരു മൊബൈൽ ഇല്ലേ? ഓക്കെ, നിന്റെ കയ്യിൽ മൊബൈൽ ഇല്ലേ? അപ്പൊ നിന്റെ കയ്യിൽ കാർ ഇല്ലേ? ഇങ്ങനെ ചോദിക്കുക. അവിടെ നെഗറ്റീവ് വേർഡ് അവിടെ ഉപയോഗിച്ചാൽ മതി. ഡോണ്ട് യു ഹാവ് എ കാർ, ഡോണ്ട് യു ഹാവ് എ മൊബൈൽ, ഡോണ്ട് യു ഹാവ് എ ഹൗസ്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ അവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി? ഡോണ്ട്. അതാണ് നമ്മുടെ നെഗറ്റീവ് സെന്റൻസ് കേട്ടോ. ഡോണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ മിക്കവാറും എങ്ങനെയായിരിക്കും? യെസ് ഐ ഹാവ്, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഹാവ്, എനിക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇല്ല. അപ്പൊ ആ സെഗ്മെന്റ് അവിടെ തീരുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഡസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഡു അല്ലെങ്കിൽ ഡോണ്ട് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ആരുടെ കൂടെയൊക്കെയാണ് ഉപയോഗിക്കാറ്? ഐ, യു, ദേ, വി എന്നുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഡസ് അപ്പൊ ആരുടെ കൂടെയാണ് ഉപയോഗിക്കുക? ഹി, ഷീ, ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സിംഗുലറിന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചോദിക്കുക? അവളുടെ കയ്യിൽ ആ മൊബൈൽ ഇല്ലേ? എങ്ങനെയാ നമ്മൾ ചോദിക്കുക? ഡസന്റ് ഷീ ഹാവ് എ മൊബൈൽ, ഡസന്റ് ഷീ ഹാവ് എ മൊബൈൽ, അവൾക്ക് എന്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. മൊബൈൽ അവളുടെ കയ്യിലില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഉത്തരം വരിക? യെസ് ഷീ ഹാസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഷീ ഡസന്റ് ഹാവ്. അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉത്തരങ്ങൾക്കൊന്നും മാറ്റമില്ല കേട്ടോ. അവിടെ നമ്മൾ ഡസന്റ് ആഡ് ചെയ്ത് ചോദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഡിഡ് ഹി ഹാവ് എ മൊബൈൽ, അതിന് അർത്ഥം എങ്ങനെയാണ് വരുന്നത്? അവന് ഒരു മൊബൈല് ഉണ്ടായിരുന്നോ? അവനൊരു മൊബൈൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ആണെങ്കിൽ അവനൊരു മൊബൈൽ ഉണ്ടായിരുന്നില്ലേ എന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? Didn't he have a mobile? അവനൊരു മൊബൈൽ ഉണ്ടായിരുന്നില്ലേ? Didn't he have? അപ്പോ നിങ്ങൾ അതിന്റെ കൂടെ didn't ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ആൻസേഴ്സിന്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. Didn't he have a mobile എന്ന് പറയുമ്പോൾ yes he had, അല്ലെങ്കിൽ no he didn't have എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പാസ്റ്റ് ടെൻസ് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം കൂടെ ഇന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞായിട്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ വേക്കിംഗ് അപ്പ് ഐ prepared tea, then I cleaned my house. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്ലീനിങ് ആയിരുന്നു. നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ദാറ്റ് I went outside. I went to a supermarket. I purchased or I bought some apples and some grocery items
to the house. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്? ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി, ഞാൻ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തു, അതേപോലെ തന്നെ ഞാൻ വാങ്ങിച്ചു. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു എന്നുള്ള കാര്യം നമുക്ക് അതെങ്ങനെ പറയാം? I went to the supermarket and I bought some vegetables, I bought apples, some fruits and some grocery items to the house. ഞാൻ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഞാനത് വാങ്ങിച്ചു. There I met my friend. അപ്പൊ അവിടെ വെച്ച് നമുക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയൊരു കാര്യമാണ് നമ്മൾ അവിടെ പറയുന്നത്. There I met my friend and I talked to her. She came there to buy some vegetables. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, അവിടെ ഞാൻ മീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മെറ്റ് എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചത്. അങ്ങനെ ഞാൻ അവളെ മീറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? അപ്പോൾ അവളുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവൾ അവിടെ എന്തിനാണ് വന്നത്? അവൾ അവിടെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാനാണ് വന്നത്. So I talked with her, then I came to my house. അതിനുശേഷം എന്താണ് ഉണ്ടായത്? ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോ ഇങ്ങനെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരോ ആക്ടിവിറ്റീസും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പറയുന്ന സെന്റൻസുകളിലേക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലേക്ക് അതിങ്ങനെ കൂടി വരട്ടെ. ഒരു ദിവസം ഒരു അഞ്ച് ആക്ടിവിറ്റീസ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ 5 എന്നുള്ളത് 10 ആക്കുക, അത് 15 സെന്റൻസ് ആക്കുക, ദെൻ 20 സെന്റൻസുകളിലേക്ക് ആക്കുക. അതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കമന്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചോദിക്കുക.